ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ സാധിക്കുന്ന അസാധ്യ രുചിയിലുള്ള ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബോൺലെസ് ചിക്കൻ ആണുള്ളതെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമം. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 ടീസ്പൂൺ അളവിൽ കട്ട തൈര് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കട്ട തൈരൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർക്കേണ്ടതുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ നേരത്തേക്ക് അല്ലെങ്കിൽ 3/4 മണിക്കൂർ നേരത്തേക്ക് അടച്ച് വെച്ചിട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇതിലേക്ക് ഒരു അല്പം എണ്ണയോടെ ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് 2 ചെറിയ കഷ്ണം ബട്ടർ മെൽറ്റ് ആവാനായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ബട്ടറൊക്കെ ഒന്ന് നന്നായി മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ചെറുജീരകം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പാച്ചില യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തതും 2 പച്ചമുളക് നടുവേ കീറിയതും ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം 2 മീഡിയം സൈസ് തക്കാളി കൂടെ കട്ട് ചെയ്തത് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 2 മിനിറ്റ് നേരത്തേക്ക് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 4 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 10 കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു 2 മിനിറ്റ് നേരത്തേക്ക് കൈവിടാതെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിച്ചാൽ മതിയാകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് 2-3 കഷ്ണം ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബട്ടറൊക്കെ നന്നായി മെൽറ്റായി വരുമ്പോഴേക്ക് ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതേ പാനിലേക്ക് നമുക്ക് ഒരു പീസ് ബട്ടർ ചേർത്തൊന്ന് മെൽറ്റ് ആവാനായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഈ മസാലകളുടെ എല്ലാം പച്ചച്ചുവ മാറുന്നത് വരെ ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ മസാലകൾ കരിഞ്ഞൊന്നും പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ മുൻപ് വഴറ്റി വെച്ചിട്ടുള്ള സവാളയുടെയും തക്കാളിയുടെയും കൂട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളം ചേർക്കാതെ അടിച്ച് ഒന്ന് പ്യൂരിയാക്കി എടുക്കുക. ഇനി നമുക്ക് ഈ ഒരു പ്യൂരി നമ്മുടെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പ്യൂരി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ പ്യൂരി ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു 3 to 5 മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു 2 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്രഷ് ക്രീമും കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കസൂരി മേത്തിയും ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.